നമ്മുടെ ഈ പ്രോബ്ലത്തിൽ പറയുന്നത് ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് ഈച്ച് ഫേസ് വൈ കണക്റ്റഡ് അല്ലെങ്കിൽ സ്റ്റാർ കണക്റ്റഡ് 10,000 വോൾട്ട് 3 ഫേസ് ആൾട്ടർനേറ്റർ സപ്ലൈ 5000 കിലോ വാട്ട് 0.8 പവർ ഫാക്ടർ if the total current remains same when the load power factor is raised to 0.9, what is the new output എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് എഴുതാം. നമുക്ക് ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ട് 10,000 വോൾട്ട്, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 0.8, പവർ എന്ന് പറഞ്ഞാൽ 5000 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു VL ഇൻറ്റു IL കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? √3 ഇൻറ്റു 10,000 ഇൻറ്റു IL ഇൻറ്റു 0.8 ദാറ്റ് ഈസ് 5000. ലൈൻ കറണ്ട് ഈക്വൽ ടു 5000 ഡിവൈഡ് ബൈ √3 ഇൻറ്റു 10,000 ഇൻറ്റു 0.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 361 ആംപിയർ ആണ്. അത് ലൈൻ കറണ്ട് മാത്രമല്ല, സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം ആകുമ്പോൾ 361 ആംപിയർ തന്നെയാണ്, രണ്ടും സെയിം ആണ്. ആക്റ്റീവ് കോമ്പണന്റ് ഓഫ് ദി കറണ്ട് എന്ന് പറയുന്നത് 361 ഇൻറ്റു കോസ് തീറ്റയാണ്. 361 ഇൻറ്റു 0.8 എന്ന് പറഞ്ഞാൽ 288 ആംപിയർ ആണ്. റിയാക്റ്റീവ് കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ IL ഇൻറ്റു സൈൻ തീറ്റയാണ്. 316 ഇൻറ്റു 0.8 216.6 ആംപിയർ ആണ്. എങ്ങനെ സൈൻ തീറ്റ കാണാമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പുതിയ പവർ എന്ന് പറയുന്നത് നേരത്തെ ഇക്വേഷൻ തന്നെ, ആ ഇക്വേഷനിൽ മാറ്റം വരുന്നത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പവർ ഫാക്ടർ 0.8 നിന്ന് 0.9 ആയി. √3 ഇൻറ്റു 10,000 ഇൻറ്റു 361 ഇൻറ്റു 0.9 ദാറ്റ് ഈസ് 5625 കിലോ വാട്ടാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.